So welcome back to our channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പൈലർ ഡിസൈൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ടു കവർ ആണ്. സോ മെയിനായിട്ട് മോഡ്യൂൾ 1 നോക്കുകയാണെങ്കിൽ മോഡ്യൂൾ 1ലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ടോക്കൺ, ലെക്സീം, പാറ്റേൺ. ഇതൊക്കെ എന്താണെന്നുള്ളൊരു ഡെഫിനിഷനും കാര്യങ്ങളും നോക്കുക. ടോക്കൺസ് എന്താണ്, ലെക്സീംസ് എന്താണ്, പാറ്റേൺസ് എന്താണ്. പിന്നെ മോഡ്യൂൾ 1ൽ ഒരു ഇമ്പോർട്ടൻറ്റ് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കുക എന്നുള്ളൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫേസസ് ഓഫ് കമ്പൈലർ. ഞാൻ ഫേസസ് ഓഫ് കമ്പൈലറിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് ഓരോ ഫേസസും എക്സ്പ്ലെയിൻ ചെയ്ത് വിത്ത് എക്സാമ്പിൾ എഴുതാൻ പഠിക്കണം. ഫേസസ് ഓഫ് കമ്പൈലർ, പിന്നെ കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ്, റോൾ ഓഫ് ലെക്സിക് അനലൈസർ, റെഗുലർ ഡെഫിനിഷൻ വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും, ബൂട്ട് സ്ട്രാപ്പിംഗ്. സോ ഇത്രയും ടോപ്പിക്സാണ് മോഡ്യൂൾ 1ൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ടോപ്പിക്സ്. ഓക്കെ, ഇനി മോഡ്യൂൾ 2 ആണ് നോക്കുന്നതെങ്കിൽ മോഡ്യൂൾ 2ൽ ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കുക. 3 മാർക്കിനൊക്കെ ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ LMD ആൻഡ് RMD, റോൾ ഓഫ് സിൻടാക്സ് അനലൈസർ, ലെഫ്റ്റ് റിക്കേർഷൻ എലിമിനേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ്, അതിൻ്റെ അൽഗോരിതം, ആംബിഗ്വിറ്റി ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ്, LL1 ഗ്രാമർ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ്, പിന്നെ പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ഷൻ. ഇതൊക്കെ മോഡ്യൂൾ 2ൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി മൊഡ്യൂൾ 3ലാണെങ്കിൽ പ്രെഡിക്റ്റീവ് പാഴ്സർ കൺസ്ട്രക്ഷൻ, ഷിഫ്റ്റ് റെഡ്യൂസിങ് പാഴ്സർ, LR പാഴ്സിങ്ങിൻ്റെ അകത്ത് LR, SLR, CLR, LALR ഈ 4 ടൈപ്പ് ഓഫ് പാഴ്സിങ് കൺസ്ട്രക്ഷൻ പഠിച്ചിരിക്കുക. പിന്നെ മൊഡ്യൂൾ 4ലാണെങ്കിൽ STD, S ആട്രിബ്യൂട്ടഡ് എന്താണ്, L ആട്രിബ്യൂട്ടഡ് എന്താണ്, മെമ്മറി അലോക്കേഷൻ സ്ട്രാറ്റജീസ്, 3 അഡ്രസ് കോഡ് ജനറേഷൻ, ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്, SDT ഫോർ ഡെസ്ക് കാൽക്കുലേഷൻ. ഇതൊക്കെയാണ് മൊഡ്യൂൾ 4ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി മൊഡ്യൂൾ 5ലാണെങ്കിൽ കോഡ് ഒപ്റ്റിമൈസേഷൻ്റെ ഒരു എസ്സേ ആയിട്ട് ചോദിക്കാം, പ്രിൻസിപ്പിൾ ചോദിക്കാം, പിന്നെ 6 ഡിസൈൻ ഇഷ്യൂസ് എന്താണ്, ബേസിക് ബ്ലോക്കിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ചോദിക്കാം, സോഴ്സസ് ഓഫ് ഒപ്റ്റിമൈസേഷൻ. ഇത്രയും ടോപ്പിക്സാണ് മൊഡ്യൂൾ 5. പിന്നെ ടാർഗറ്റ് മെഷീൻ കാൽക്കുലേഷനൊക്കെ കോസ്റ്റ് കാൽക്കുലേഷനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. സോ മോർ ഓവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഈ കൊടുത്തിട്ടുള്ളത്. എന്നാലും ഇത് മാത്രം പഠിച്ചിട്ട് പോയി പാസ്സാവുന്നതേ ഉള്ളൂ. ഓക്കെ.